Hi dears, so welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ +1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കറിയാം കെമിസ്ട്രിയിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് വെയിറ്റേജ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. കെമിക്കൽ ബോണ്ടിങ് പോലെ, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം പോലെ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പോലെ അത്രത്തോളം ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തെർമോഡൈനാമിക്സിലെ സം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ലാഗ് ഒന്നും എടുപ്പിക്കാണ്ട് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. നമ്മളടുത്ത് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ്. നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളെടുത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടി തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? എന്താണ് മക്കളെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ടോ ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക, അല്ലെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അതേസമയം തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെ, അല്ലെ? ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം, അല്ലെ? അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയോടാ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്താം? ആൻസർ ചെയ്താം. എങ്ങനെ എഴുതും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടീസ് which depend upon the amount of matter present in the system, അല്ലേ? Present in the system. Then what about intensive property? Intensive property എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്, അല്ലെ? എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ദി amount of substance present in the system. Present in the system. ഓക്കെ, അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു, അതുപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടി നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? ഇനി നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ബേസ് അറിഞ്ഞിരിക്കണം എന്തായാലും, അല്ലെ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താ സിസ്റ്റം, എന്താ സറൗണ്ടിങ്, അതുപോലെ തന്നെ സിസ്റ്റം 3 തരത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താടാ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഞാനിപ്പോ ഒരു ചായ എടുത്തു, ഒരു ഗ്ലാസ്സിൽ ഒരു ചായ എടുത്തു. എനിക്ക് ആ ഗ്ലാസ്സിലുള്ള ചായനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പാർട്ട് അണ്ടർ ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റം എന്ന് പറയുക, അല്ലെ? ആ ചായ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എന്തായിരിക്കും? സറൗണ്ടിങ്ങിൽ പെട്ട ആൾക്കാരായിരിക്കും, അല്ലെ? അപ്പൊ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതർ ദാൻ സിസ്റ്റം ബാക്കി എല്ലാവരും എന്താണ്? സറൗണ്ടിങ് ആണ്, അല്ലെ? സറൗണ്ടിങ്ങും സിസ്റ്റത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ ഇന്ന രീതിയിൽ വരും, അങ്ങനത്തെ തിങ്കിങ്ങിലെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ നോളജിന് വേണ്ടിയിട്ടാണ്. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സിസ്റ്റവും സറൗണ്ടിങ്ങും യൂണിവേഴ്സും ഒക്കെ. ഓക്കെ, ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ്. നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇന്റൻസീവ് പ്രോപ്പർട്ടി തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
സിമ്പിൾ ആണ്. നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഇവിടെ നോക്കിയേ, എൻതാൽപി, മോളാർ വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി തന്നിട്ടുണ്ട്. നമുക്കറിയാം എൻതാൽപി എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ ആണ് അല്ലെ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ ആണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ആരായിരിക്കും ഇവിടെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആരായിരിക്കും ഇവിടെ? മോളാർ വോളിയം ആയിരിക്കും അല്ലെ. ഇന്റൻസീവ് പ്രോപ്പർട്ടി ആരാണ്? മോളാർ വോളിയം ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. നമ്മളെടുത്ത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓരോത്തിന്റെയും എക്സാമ്പിളും കൂടെ നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചാൽ, എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചാൽ? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. ഈ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താൻ വേണ്ടി എടുത്ത ആ ഒരു പാത്തിനെ ഇവിടെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനീഷ്യൽ പോയിന്റിനെയും അതുപോലെ തന്നെ ഫൈനൽ പോയിന്റിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താൻ വേണ്ടി എടുത്ത അല്ലെങ്കിൽ അത്രയും ദൂരം സഞ്ചരിച്ച ആ ഒരു പാത്തിനെ ആരും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഇനി എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ഇനീഷ്യൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫൈനൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താൻ വേണ്ടി സഞ്ചരിച്ച ആ ഒരു പാത്തിനെയും ആര് ഫോളോ ചെയ്യുന്നുണ്ട്? പാത്ത് ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? A function or a property that depends only on the initial and final state of a system and do not depend on the path followed. The function or a property that only depends upon the initial and final state of a system and not on the path followed. അല്ലെ, ഞാനിപ്പോ തന്നെ പറഞ്ഞ കാര്യമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അതിന്റെ എക്സാമ്പിൾ എന്താടാ? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻട്രോപ്പി, എൻതാൽപി, ഗിബ്സ് ഫ്രീ എനർജി, ഇതെല്ലാം എന്നതിന്റെ എക്സാമ്പിൾ ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയില്ലേ? ഇനി എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തന്നെ പറഞ്ഞ സ്റ്റേറ്റ് ഫംഗ്ഷൻ നേരെ ഉൾട്ട അല്ലെ. എന്താ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ് ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫൈനൽ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സഞ്ചരിച്ച പാത്തും ഡിപ്പെൻഡ് ചെയ്യും. ആകെ 2 എക്സാമ്പിൾ മാത്രമേ നമുക്ക് പാത്ത് ഫംഗ്ഷനിൽ പഠിക്കാനായിട്ടുള്ളൂ. അതാണ് ഹീറ്റും അതുപോലെ തന്നെ വർക്കും. ഹീറ്റും വർക്കുമാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് ഇപ്പൊ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? തലയെ കുറിച്ച് വെക്കുക. ബാക്കി എല്ലാവരും എന്തിൽ പെട്ട ആൾക്കാരായിരിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷനിൽ പെട്ട ആൾക്കാരായിരിക്കും. ഓക്കെ, അത് സെറ്റ് അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is not correct for the isothermal free expansion of an ideal gas? നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. തെർമോഡൈനാമിക് പ്രോസസ്സിലെ ഫസ്റ്റ് പഠിച്ച പ്രോസസ് ആയിരുന്നു എന്ത്? ഐസോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോതെർമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുക അല്ലെ. അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കിവിടെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ ഏതാണ് ഐസോതെർമൽ പ്രോസസ്സിന് ഡിപ്പെൻഡ് ചെയ്യാത്ത ഓപ്ഷൻസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഐസോതെർമൽ പ്രോസസ്സിൽ എഗ്രി ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്നാണ് നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാ നോക്കിയേ? W ഈക്വൽ ടു 0. നമുക്കറിയാം W എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയാം. അപ്പൊ അത് കറക്റ്റ് ആണ്, അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. പിന്നെ Q ഈക്വൽ ടു 0, അതും കറക്റ്റ് ആണ്. Q ഈക്വൽ ടു ഐസോതെർമൽ പ്രോസസ്സിൽ 0 ആയിരിക്കും. U ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഐസോതെർമൽ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ U എന്തായിരിക്കുംടാ? 0 ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളേ? U ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ അതാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. U ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് എന്ത്? ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദി ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഇതാണ്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ W ഈക്വൽ ടു 0 അത് ശരിയാണ്, Q ഈക്വൽ ടു 0 അതും ശരിയാണ്,
യു ഈസ് നോട്ട് ഈക്വൽ ടു 0. അതാണ് തെറ്റായിട്ടുള്ള ആൻസർ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് കറക്റ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ആരെ മാത്രം ടിക്കറ്റ് കൊടുത്താൽ മതി? യു ഈസ് നോട്ട് ഈക്വൽ ടു 0, അത് മാത്രം ടിക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ആണ് നമ്മളെടുത്ത് എഴുതാൻ പറ്റുള്ളത്. സിമ്പിൾ ആണ്. ആൻഡ് ഓൾസോ അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കട്ടെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കട്ടെ, അവിടെ എന്താ എനർജി ക്രിയേറ്റ് ആവുന്നുമില്ല, അതുപോലെ തന്നെ ഉള്ള എനർജി അവിടെ നിന്ന് നഷ്ടപ്പെടുന്നുമില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനർജി neither be created nor be destroyed. And also what is that mathematical equation? എന്താണ് അതിന്റെ mathematical equation എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ. എന്താ? ഡെൽറ്റ യു എന്ന് പറയുന്നത് Q plus W ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു Q plus W. അതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. How can be the equation of the above law expressed for an isothermal reversible change, a process carried out at constant volume? എങ്ങനെയാണ് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ മാറി മറിയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? an isothermal reversible change. ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച് ആകുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച് ആകുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് വരും ഇക്വേഷൻ? 0 ഈക്വൽ ടു Q plus W എന്ന് വരും അല്ലെ. 0 ഈക്വൽ ടു Q plus W എന്ന് വരും. നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്കിനെ നേരെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കോടാ? മൈനസ് W ഈക്വൽ ടു Q എന്ന് വരൂലേ. മൈനസ് W ഈക്വൽ ടു Q എന്ന് വരും. അപ്പൊ ഒരു ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആകും. ഓക്കെ, അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ? A process carried out at constant volume. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അഗൈൻ ഞാൻ എടുത്ത് എഴുതിയാണ്. ഡെൽറ്റ യു ഈക്വൽ ടു Q plus W ആണ് ഇക്വേഷൻ. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, വർക്ക് കാണാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ മൈനസ് പി ഡെൽറ്റ വി. എന്താ ഇക്വേഷൻ? മൈനസ് പി ഡെൽറ്റ വി ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിട്ട് വരും അല്ലെ. അപ്പൊ W ഈക്വൽ ടു എന്ത് വരും? മൈനസ് പി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടേം ഈക്വൽ ടു 0 ആയിട്ട് പോകും. അപ്പൊ W ഈക്വൽ ടു എന്ത് വന്നൂടാ? 0 എന്ന് വന്നു. ഓക്കെ, W ഈക്വൽ ടു എന്ത് വന്നു? 0 എന്ന് വന്നു. അപ്പൊ ഈ W 0 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ 0 നേരെ കൊണ്ട് നമ്മുടെ ഇക്വേഷനിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്തൊരു ഇക്വേഷൻ? ഡെൽറ്റ യു ഈക്വൽ ടു Q plus 0 എന്ന് വരും. വിച്ച് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? അത് ഡെൽറ്റ യു ഈക്വൽ ടു Q എന്ന് മാത്രം എഴുതാം. ഓക്കെ, ഡെൽറ്റ യു ഈക്വൽ ടു Q എന്ന് മാത്രം എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഇന്റേണൽ എനർജി, ദാറ്റ് ഈസ് ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത്. അതേപോലെ തന്നെ പ്രോസസ് ക്യാരിഡ് ഔട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്റെ മക്കൾ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ നോക്കിയേ, ഡെൽറ്റ യു ഈക്വൽ ടു Q അല്ലെ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി എന്ന് എഴുതിയാണ് ഞാൻ. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം അല്ലെ. ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിട്ടുണ്ട് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യൂ വി ഇട്ട് വെച്ചു. ഓക്കെ, ഇനി എന്റെ മക്കള് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ വി ആയിരിക്കും. ആൻഡ് ഓൾസോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് വിച്ച് ഈസ് നൺ അതർ ദാൻ ക്യൂ പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താടാ?
ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ CP ആൻഡ് CVയുടെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, അപ്പൊ ഇത് വേണം. അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഡെൽറ്റ യു എന്ന് പറയുന്നത് QV ആയിരിക്കും ആൻഡ് ഓൾസോ ഡെൽറ്റ H എന്ന് പറയുന്നത് QP ആയിരിക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു തെർമോഡൈനാമിക് പ്രോസസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞേ? ഒരു തെർമോഡൈനാമിക് പ്രോസസ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നത് എങ്കിൽ അവരുടെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അതേമാതിരി തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ പറയാം. ഒരു തെർമോഡൈനാമിക് പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നതെങ്കിൽ അവരുടെ എൻതാൽപി ചേഞ്ച് ഇൻ എൻതാൽപി എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അതെന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും എന്റെ പിള്ളേര് ഓർത്ത് വെച്ചോട്ടാ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അടുത്തൊരു പ്രോബ്ലം ആണ്. നോക്കാം. In a process, 701 joule of heat is absorbed by a system and 394 joule of work is done by a system. The change in internal energy for the process is. അപ്പൊ നമ്മളടുത്തൂടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇന്റേണൽ എനർജി ആണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു തെർമോഡൈനാമിക് പ്രോസസ് നടന്നപ്പോൾ ഒരു സിസ്റ്റം 701 ജൂൾ ഓഫ് ഹീറ്റ് വലിച്ചെടുത്തിട്ട് 394 ജൂൾ ഓഫ് എനർജിയിൽ വർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇക്വേഷൻ എഴുതി വെക്കാം. എന്താ ഇക്വേഷൻ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലെ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഓൾറെഡി നമുക്കറിയാം ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ദാറ്റ് മീൻസ് നമുക്ക് ക്യൂ തന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ വർക്കും തന്നിട്ടുണ്ട്. ഇവിടെ എത്രയെന്നുള്ളത് നമ്മൾ ഇവിടെ അവര് തന്നത് വെച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. എന്താണ് നമ്മൾ ഇവിടെ നോക്കേണ്ട കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മ കയ്യിൽ നിടേണ്ട സാധനം എന്താണ്? ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഒരു സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സിസ്റ്റം വർക്ക് ഡൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ W എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു സിസ്റ്റത്തിലോട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ W എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതാണ് എന്റെ മക്കൾ ഇവിടെ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ് അല്ലെ? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ്. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആവുമ്പോൾ Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 701 തന്നെ അല്ലെ? പ്ലസ് 701 ആണ്. ഓക്കെ, പ്ലസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ സിസ്റ്റം ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക? മൈനസ് ആയിരിക്കൂലേ? അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? മൈനസ് 394 എന്ന് എഴുതണം. എന്ത് എഴുതണം? മൈനസ് 394 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 701 മൈനസ് 394 which is equal to 307 kilojoule per mole എന്ന് കിട്ടും. എന്ത് കിട്ടും ആൻസർ? 307 kilojoule per mole എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം 4 കാര്യങ്ങളാണ്. ഹീറ്റ് അബ്സോർബ്ഡ് ആണോ, റിലീസ്ഡ് ആണോ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ്, അതുകൊണ്ട് ഹീറ്റിന്റെ വാല്യൂവിന് പോസിറ്റീവ് ചാർജ് വന്നു. ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്, അതുകൊണ്ട് നമ്മൾ വർക്കിന്റെ സ്ഥലത്ത് മൈനസ് ചാർജ് വന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രോബ്ലം അല്ലേ? സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Calculate the standard enthalpy of formation of CS3OH from the following data. CS3OH ന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് കുറെ ഹിന്റും തന്നിട്ടുണ്ട് അവര്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്റെ മക്കൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? CS3OH ന്റെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ CS3OH ന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ഹിന്റിൽ ഏതാണെന്നുള്ള കാര്യം നോക്കണം. ഏത് ഇക്വേഷൻ ആണ്? ഫസ്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ? ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, ആ ഇക്വേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ആ ഇക്വേഷൻ ആദ്യം തന്നെ എടുത്ത് എഴുതാം.
ഓക്കെ, ആ ഇക്വേഷൻ ആദ്യം തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷന്റെ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കുക. എന്താക്കാനുണ്ടേ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് കാണേണ്ടത്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണുന്നത് എങ്ങനെയാടാ? എങ്ങനെയാ കാണാം? പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനിൽ പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെയാ ഉള്ളത്? CO2 2H2O അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ FH ഓഫ് CO2 പ്ലസ് 2 into delta FH of H2O. കുഴപ്പമുണ്ടോ? ഇല്ലാലോ. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എഴുതി വെച്ചു. ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യണം. റിയാക്ടന്റ് സൈഡിൽ ആരൊക്കെയാ ഉള്ളത്? CH3OH 3/2O2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ FH ഓഫ് CH3OH മൈനസ് 3/2 into delta FH of O2. കുഴപ്പമില്ലാലോ. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യുകയാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഡെൽറ്റ RH ഓഫ് CH3OH നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ ഡെൽറ്റ RH ഓഫ് CH3OH എന്ന് പറഞ്ഞാൽ? -726 ആണ് അല്ലെ. -726 ആണ്, which is equal to delta FH of CO2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇല്ലേ. CO2 യുടെ ഡെൽറ്റ FH എത്രയാടാ? -393 ആണ് അല്ലെ. അതും എഴുതി വെക്കുകയാണ് ഞാൻ ഇവിടെ. -393 പ്ലസ് 2 into ഡെൽറ്റ FH ഓഫ് H2 എത്രയാണ് തന്നിട്ടുണ്ട്? -286 ആണ് തന്നിട്ടുണ്ട് അല്ലെ. -286 മൈനസ് ഡെൽറ്റ FH ഓഫ് CH3OH നമുക്ക് അറിയത്തില്ല അല്ലെ. അതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ തന്നെ എഴുതണേ. ഡെൽറ്റ FH ഓഫ് CH3OH തന്നെയാണ് എഴുതുന്നത്. മൈനസ്, കാരണം എന്താ? അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഒക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റ FH ഓഫ് O2. ഡെൽറ്റ FH ഓഫ് O2 എന്ന് പറഞ്ഞാൽ എന്താടാ? 0 ആയിരിക്കും. കാരണം എന്താ? എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഡെൽറ്റ FH അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ 0 ഇട്ട് വെച്ചു. ഓക്കെ, ഇനി നോക്കിയേ, എന്തായിരിക്കും വരാ? -726 ഈക്വൽ ടു, ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും കിട്ടുക? -965 എന്നുള്ളത് കിട്ടും. മൈനസ് ഡെൽറ്റ FH ഓഫ് CH3OH. തെറ്റല്ലേടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. 0 എഴുതേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 0 എഴുതുന്നില്ല. ഓക്കെ, ഇനി ആരെയാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഡെൽറ്റ FH ഓഫ് CH3OH നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അയാളെ ഞാൻ എന്തിലോട്ട് കൊണ്ടുവരുന്നു? ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം എനിക്ക്? ഡെൽറ്റ FH ഓഫ് CH3OH ഈക്വൽ ടു എങ്ങനെ വരും? ഇയാളെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോ ഈ -726 എന്ന് പറയുന്ന ആള് ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡിലോട്ട് വരും. അപ്പൊ എന്താവും? -965 പ്ലസ് 726 എന്നാവില്ലേ? 726 എന്നാവൂലേ? അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ എത്രയും കിട്ടാം നമുക്ക്? -239 എന്നുള്ളത് കിട്ടും. -239 കിലോ ജൂൾ പെർ മോൾ. തെറ്റല്ലേ? കുഴപ്പമുണ്ടോ? -239 കിലോ ജൂൾ പെർ മോൾ. കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ലേ? നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ആണ് കണ്ടുപിടിക്കേണ്ടത്. അയാളെ തന്നെ നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? വല്ല ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ റിവേഴ്സ് അടിച്ചിട്ട് കാണാട്ടാ. ഡൗട്ട് ക്ലിയർ ആവുന്നത് വരെ റിവേഴ്സ് അടിച്ച് കാണാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. അവരുടെ എന്തുട്ടാ പറഞ്ഞിട്ടുള്ളേ? ഇവിടെ തന്ന ഈ ഒരു ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡെൽറ്റ RH എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡിലുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യണം അല്ലെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെയാ?
ഇയാളാണ് റിയാക്ടന്റ് സൈഡ്, ഇയാളാണ് പ്രൊഡക്റ്റ് സൈഡ് അല്ലേ. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെയാ? CaO പ്ലസ് CO2. ഓക്കെ, അപ്പൊ CaOന്റെ എന്താൽപി ഓഫ് ഫോർമേഷൻ എത്രയും തന്നിട്ടുണ്ട്? -635.09 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 എത്രയാ? -393.51 അല്ലേ. എന്ത് ചെയ്താം? പ്ലസ് -393.51. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ആയി. ഇനി റിയാക്ടൻസ് സൈഡിലുള്ള ആൾക്കാരെ നോക്കാം. റിയാക്ടൻസ് സൈഡിൽ ആകെ ആര് മാത്രമേ ഉള്ളൂ? CaCO3 മാത്രമേ ഉള്ളൂ. അപ്പൊ CaCO3യുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ എത്രയും തന്നിട്ടുണ്ട്? -1206.92 ആണ് തന്നിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്താൽ മതി? ഇത് നേരെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും എന്റെ മക്കൾക്ക്? 178.32 എന്ന് കിട്ടും. എന്ത് കിട്ടും? 178.32 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ നോക്കാം കേട്ടോ. കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ആൻസർ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ്ട് തന്നെ കാൽക്കുലേറ്റർ അടിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, എന്താൽപി ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യണം. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ എഴുതി, റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ എഴുതി, ഇനി ആകെ മൈനസ് ചെയ്താൽ വേണ്ടി മാത്രം മതി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 178.32 kJ/mol എന്ന് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ അതും കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Calculate enthalpy of formation of methane CH4 from the following data. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ CH3OH ചെയ്ത അതേ പാറ്റേൺ ആണ്. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? CH3OH ആണ് ഇവിടെ നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. CH3OH എന്താൽപി ഓഫ് ഫോർമേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? CH3OH ഇക്വേഷൻ ഫസ്റ്റ് തന്നെ എടുത്ത് എഴുതാം. സോറി, അതല്ലേ CH3OH ഇക്വേഷൻ, സോറി കേട്ടോ. CH3OH ഇക്വേഷൻ, സോറി, CH4 ഇക്വേഷൻ ആണ് തന്നെ എടുത്ത് എഴുതാ. CH4 ഇക്വേഷൻ ഏതാ? അതില് തേർഡ് ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ തേർഡ് ഇക്വേഷൻ എടുത്ത് എഴുതാ. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ CH4 ഇക്വേഷൻ എടുത്ത് എഴുതലാണ്. അതോടെ കഴിഞ്ഞു. ഓക്കെ, CH4 ഇക്വേഷൻ എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ CH4 എന്താൽപി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. CH4 എന്താൽപി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ΔRH കണ്ടുപിടിക്കണം. എങ്ങനെയാ വരാ ΔRH എന്ന് പറഞ്ഞാൽ? ΔRH എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്യണം. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാർ CO2 പ്ലസ് 2H2O ആണ്. അപ്പൊ എന്ത് വരോടെ മക്കളെ എന്ന് പറഞ്ഞേ? ΔFH ഓഫ് CO2 പ്ലസ് 2 into ΔFH ഓഫ് H2O. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാർ കഴിഞ്ഞില്ലേ? മൈനസ് എന്ത് വരും? ΔFH ഓഫ് CH4, ΔFH ഓഫ് CH4 plus 2 into ΔFH of O2 എന്ന് വരും അല്ലേ. പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ, അതിൽ നിന്ന് റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്തു. സെറ്റ് അല്ലേ. ഇനി നേരെ വാല്യൂ എഴുതാം നമുക്ക്. ΔRH വാല്യൂ എത്രയാ? ΔRH വാല്യൂ എന്ന് പറയുന്നത് -890.3 ആണ് അല്ലെ. -890.3 ആണ്. which is equal to ΔFH of CO2 എന്ന് പറഞ്ഞാൽ എത്രയാ തന്നിട്ടുള്ളത്? -393.5 ആണ്. -393.5 പ്ലസ് 2 into H2O എന്താൽപി ഓഫ് ഫോർമേഷൻ എത്രയാ തന്നിട്ടുള്ളത്? എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് H2O എത്രയാ തന്നിട്ടുള്ളത്? which is none other than -285.8 അല്ലെ. -285.8. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ΔFH ഓഫ് CH4 പ്ലസ് ΔFH ഓഫ് CH4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അയാളെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അയാൾ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, 2 into ΔFH ഓഫ് O2 നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എന്താൽപി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് ഞാൻ 0 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി ഈ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? -965.3 എന്ന് കിട്ടും. -965.3 എന്ന് കിട്ടും. ഓക്കെ, അതേ മൈനസ് എന്ത് വരും? ΔFH ഓഫ് CH4 വരും
അല്ലേ? 0 എഴുതേണ്ട കാര്യമുണ്ടാ? ഇല്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ എഫ് എച്ച് ഓഫ് CH4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എഫ് എച്ച് ഓഫ് CH4നെ നേരെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുന്നു. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ടായ -890.3 എന്ത് ചെയ്യുന്നു? ഞാൻ നേരെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്നു. അപ്പൊ എങ്ങനെയാ വരാടാ ഇക്വേഷൻ? ഡെൽറ്റ എഫ് എച്ച് ഓഫ് CH4 equal to -965.3 plus 890.3 എന്ന് വരും അല്ലേ? -965.3 plus 890.3 എന്ന് വരും. എന്താണ് ആൻസർ കിട്ടുക നമുക്ക്? -75 കിലോജൂൾ പെർ മോൾ. -75 കിലോജൂൾ പെർ മോൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് അല്ലേ? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ട് പ്രോബ്ലം സെയിം മെത്തേഡ് ആയിരുന്നു. രണ്ട് പ്രോബ്ലം കറക്റ്റ് സെയിം മാനറിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ കാൽക്കുലേഷൻ ബ്രാക്കറ്റ് ഇട്ട് തെറ്റാതെ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാ. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇവിടെയും നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡെൽറ്റ എഫ് എച്ച് വെൻ ഡയമണ്ട് calculate the enthalpy of formation of diamond when diamond is formed from graphite. Okay, diamond ഗ്രാഫൈറ്റിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെൽറ്റ എഫ് എച്ച് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കവിടെ ഹിന്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഹിന്റ് തന്നിട്ടുള്ളത് ഡയമണ്ടിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഗ്രാഫൈറ്റിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നോക്കിയേ, ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ് എന്നാണ് അല്ലെ? ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ് എന്നാണ്. ഓക്കെ, ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ് എന്നാവുമ്പോൾ ഞാൻ അത് എഴുതി വെക്കണേ. ഗ്രാഫൈറ്റിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന് എഴുതി വെക്കണേ. ഗ്രാഫൈറ്റിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടായിട്ടുള്ളത്. അതോടെ ഞാൻ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഞാൻ നേരെ നമുക്ക് തന്നിട്ടുള്ള ഹിന്റിലോട്ട് പോവുകയാണ്. ഓക്കെ, തന്നിട്ടുള്ള ഹിന്റ് എന്താ? C diamond plus O2 gives CO2. അതിന് ഡെൽറ്റ സി എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അതാണ് ഡെൽറ്റ സി എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ C diamond plus O2 gives CO2. അതിന് ഡെൽറ്റ സി എച്ച് എന്ന് പറയുന്നത് -395 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ C graphite plus O2 that gives CO2. അതിന്റെ ഡെൽറ്റ സി എച്ച് എന്ന് പറയുന്നത് -393.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയടാ, ഡയമണ്ട് ഗ്രാഫൈറ്റിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡയമണ്ട് എനിക്ക് എവിടെയാ ഉള്ളത്? ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ഡയമണ്ടിന്റെ ഇക്വേഷനിലോട്ട് വന്നു. പക്ഷെ അവിടെ എവിടെയാണ് ഡയമണ്ട് ഉള്ളത്? റിയാക്ടന്റ് സൈഡിലാണ് ഉള്ളത് അല്ലെ? റിയാക്ടന്റ് സൈഡിലാണ് അവിടെ ഡയമണ്ട് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താ മതി? നേരെ ആ ഇക്വേഷനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാ പോരെ? അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കേനെ ട്ടാ. ഓക്കെ, ഇവിടെ നോക്കാം, ഗ്രാഫൈറ്റിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഡയമണ്ട് പ്രൊഡക്റ്റ് സൈഡിലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഡയമണ്ടിന്റെ ഇക്വേഷനിൽ നമുക്ക് ഡയമണ്ട് എവിടെയാണ് കിടക്കുന്നത്? റിയാക്ടന്റ് സൈഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയമണ്ടിനെ എനിക്ക് എവിടേക്ക് കൊണ്ടുവരണം? പ്രൊഡക്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. പ്രൊഡക്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അവിടെ ഒരു കാര്യം എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോ നമുക്ക് തന്നിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെയും നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇവിടെ നോക്കിയേ, തന്നിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് എത്രയാ? -395 ആണ് അല്ലെ? ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്താവും? നേരെ ഉൾട്ടയാവും. ദാറ്റ് മീൻസ് മൈനസ് എന്നുള്ള ആൾക്കാർ എന്താവും? പ്ലസ് ആകും. പ്ലസ് എന്നുള്ള ആൾക്കാർ എന്താവോടാ? മൈനസ് ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഇക്വേഷൻ 1നെ റിവേഴ്സ് ചെയ്യണേ. റിവേഴ്സിങ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1നെ റിവേഴ്സ് ചെയ്യുകയാണ്. അപ്പൊ എന്താ വരാ? CO2 gives C diamond plus O2. തെറ്റല്ലേ? ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു. ഇക്വേഷൻ മാത്രം റിവേഴ്സ് ചെയ്താൽ മതിയോ? ഡെൽറ്റ സി എച്ച് റിവേഴ്സ് ചെയ്യണ്ടേ? ഡെൽറ്റ സി എച്ച് എന്ന് പറയുന്നത് എന്താവും? അപ്പോ 395 കിലോജൂൾ പെർ മോൾ എന്നാവും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അത് റിവേഴ്സ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ ഗ്രാഫൈറ്റിലോട്ട് വരുന്നു. ഗ്രാഫൈറ്റ് നമുക്ക് എവിടെയാ വേണ്ടത്? റിയാക്ടന്റ് സൈഡിലാണ് വേണ്ടത്. ഗ്രാഫൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. ഗ്രാഫൈറ്റിന്റെ ഇക്വേഷൻ നോക്കുമ്പോഴും എവിടെ തന്നെയാണ് ഗ്രാഫൈറ്റ് കിടക്കുന്നത്? റിയാക്ടന്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാടാ. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമുക്ക് ആഡ് ചെയ്യാം.
ആദ്യം ഗ്രാഫൈറ്റിന്റെ ഇക്വേഷൻ എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ? സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് CO2. ഡെൽറ്റ സി എച്ച് എഴുതാൻ മറക്കരുത് ആരും. ഡെൽറ്റ സി എച്ച് എന്ന് പറഞ്ഞാൽ -393.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, ഓക്കെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? CO2 gives C diamond plus O2. അതിന്റെ ഡെൽറ്റ സി എച്ച് എന്താടാ? 395 കിലോ ജൂൾ പെർ മോൾ ആണ് അല്ലേ? അപ്പൊ ഇക്വേഷൻ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ തോറ്റും വെട്ടിപ്പോവും അല്ലെ? ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടുവിന് അപ്പുറത്തിപ്പുറത്തും ഒരേ സൈഡിലുള്ള ഈക്വൽ ടുവിന് അപ്പുറത്തിപ്പുറത്തും ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയാറില്ലേ? അതേമാതിരി തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ആരോ മാർക്കിന്റെ അപ്പുറത്തിപ്പുറത്തും ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെ ഒരു O2 ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ ഒരു CO2 ഉണ്ട്, ഇവിടെ ഒരു CO2 ഉണ്ട്, അതും വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും ഇക്വേഷൻ നമ്മളുടെ? സി ഗ്രാഫൈറ്റ് ഗീവ്സ് സി ഡയമണ്ട് എന്ന് തന്നെ വരും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ഇക്വേഷനും അത് തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെ കിട്ടി. അപ്പൊ നമ്മൾ യൂറിക് അടിച്ചു. ഓക്കെ, അപ്പൊ ഇത് മാത്രം ആഡ് ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ, നമ്മുടെ എൻതാൽപി ചേഞ്ചും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എൻതാൽപി ചേഞ്ചും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം കേട്ടാ. എന്ന് വെച്ചാൽ എന്ത് വരും? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? ഡെൽറ്റ എച്ച് ഈക്വൽ ടു -393.5 പ്ലസ് 395. ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. -393.5 പ്ലസ് 395 ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഡെൽറ്റ എച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഡെൽറ്റ എഫ് എച്ചും കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ? അതിന്റെ ഡെൽറ്റ എഫ് എച്ചും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, റിവേഴ്സ് ചെയ്യേണ്ട കാര്യം മാത്രം ഒന്ന് തിങ്ക് ചെയ്ത് വെക്കാം. ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് റിവേഴ്സ് ചെയ്യണം? ഡെൽറ്റ സി എച്ച് അല്ലെങ്കിൽ ഡെൽറ്റ എഫ് എച്ച് വാട്ട് എവർ ഡെൽറ്റ എച്ചും അതിന്റെ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഹെസ്സസ് ലോവും ബോൺ ഹാർബർ സൈക്കിളും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ഹെസ്സസ് ലോവും ബോൺ ഹാർബർ സൈക്കിളും ഗിബ്സ് ഫ്രീ എനർജി ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാടാ. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. ഡിഫൈൻ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. എന്താണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത്? എന്താണ്? നോക്കിയേ, ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ഡിയിലോട്ട് ആവുകയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ആള് ഡിയിലോട്ട് മാറിയപ്പോൾ അവിടെ ഉണ്ടായ എൻതാൽപി ചേഞ്ചിന് ഞാൻ ഡെൽറ്റ ആർ എച്ച് എന്ന് കൊടുക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല. ഈ എ എന്ന് പറയുന്ന ആൾ ഡയറക്ട്ലി ഡിയിലോട്ട് ആവാണ്ട് എ എന്ന് പറയുന്ന ആൾക്ക് ബിയിലോട്ട് ആവാം, ബിയിൽ നിന്ന് സിയിലോട്ട് ആവാം, ദെൻ ഡിയിലോട്ട് മാറാം അല്ലെ? അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് ആയപ്പോൾ ഉണ്ടായ എൻതാൽപി ചേഞ്ചിന് ഞാൻ ഡെൽറ്റ H1 എന്ന് കൊടുക്കുന്നു. ബിയിൽ നിന്ന് സിയിലോട്ട് മാറിയപ്പോൾ ഉണ്ടായ എൻതാൽപി ചേഞ്ചിന് ഞാൻ ഡെൽറ്റ H2 എന്ന് കൊടുക്കുന്നു. ആൻഡ് സിയിൽ നിന്ന് ഡിയിലോട്ട് ഉണ്ടായ എൻതാൽപി ചേഞ്ചിന് ഞാൻ ഡെൽറ്റ H3 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ എയിൽ നിന്ന് ഡിയിലോട്ട് മാറിയപ്പോൾ ഉണ്ടായ ഡെൽറ്റ ആർ എച്ചിന് ഈക്വൽ ആയിരിക്കും ഈ 3 എൻതാൽപി ചേഞ്ചും കൂടെ കൂട്ടിയാൽ ഉണ്ടാവുന്ന എൻതാൽപി അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അത്? ഡെൽറ്റ എഫ് എച്ച് എന്ന് ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 എന്ന് എഴുതിക്കൂടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺക്ലൂഷൻ എന്താടാ? ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അവരുടെ എൻതാൽപി ചേഞ്ച് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും ഇത്രയും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അവരുടെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാവത് the enthalpy change for a physical or chemical reaction is equal to the
സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈസ് ഈക്വൽ ടു ദ റിയാക്ഷൻ that takes place in single step or several step. Simple. അല്ലെ? ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അവരുടെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളത്തിൽ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. പിന്നെ ഇത് വരച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ. ഇത് വരച്ചു വെക്കാൻ മറക്കരുത്. എ എന്ന് പറയുന്ന ആള് ഡിയിലോട്ട് മാറുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത്. എയിൽ നിന്ന് പറയുന്ന ബിയിലോട്ട് മാറുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്നതാണ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് വൺ എന്ന് പറയുന്നത്. അങ്ങനെ ഡെൽറ്റ എച്ച് ടു, ഡെൽറ്റ എച്ച് ത്രീ, ഇതിനെല്ലാതിനെ സം ആണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത്. ഇത് വരച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഹെസ്സസ് ലോ ഓഫ് ഹീറ്റ് സബ്മിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും വരച്ചു വെക്കണം, മറക്കരുത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ബോൺ ഹാർബർ സൈക്കിൾ അല്ലെ? ബോൺ ഹാർബർ സൈക്കിൾ പരീക്ഷയ്ക്ക് 3 മാർക്കിന് എന്തായാലും ചോദിക്കും. അഫ്കോഴ്സ് ബോൺ ഹാർബർ സൈക്കിൾ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ഓൾറെഡി നമുക്ക് കുറേ പ്രാവശ്യം പഠിച്ചതാണ് അല്ലെ ബോൺ ഹാർബർ സൈക്കിൾ. സിമ്പിൾ ആണ്, പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഓക്കെ, ബോൺ ഹാർബർ സൈക്കിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാം. അപ്പൊ എന്താ ബോൺ ഹാർബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? എന്താ ബോൺ ഹാർബർ സൈക്കിൾ? എസ് ലോഡ് ആപ്ലിക്കേഷൻ ആണ് ബോൺ ഹാർബർ സൈക്കിൾ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ആരെ എടുക്കുന്ന എക്സാമ്പിൾ ആയിട്ട്? NaCl എടുക്കുന്നത്. NaCl അല്ലെ? NaCl ബോൺ ഹാർബർ സൈക്കിൾ ആണ് വരയ്ക്കാൻ പറ്റുള്ളത്. അപ്പൊ NaCl എന്ന് പറയുമ്പോൾ ആരൊക്കെയാടാ? Na ഉണ്ട്. Na എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ആളാണ്. പ്ലസ് ഹാഫ് Cl2. Cl2 എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളാണ്. ഗീവ്സ് NaCl. NaCl എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ നമുക്ക് എണ്ണയും അതുപോലെ തന്നെ Cl2 കൂടെ റിയാക്ട് ചെയ്തിട്ട് തരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നു. ആ സിംഗിൾ സ്റ്റെപ്പിൽ നടന്ന ആ റിയാക്ഷന് ഞാൻ അവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ചിന് ഞാൻ ഡെൽറ്റ FH എന്ന് ഇടുന്നു. കുഴപ്പമില്ലല്ലോ. എന്നെയും അതുപോലെ തന്നെ Cl-ഉം കൂടെ നമുക്ക് NaCl-നെ തന്നു. അപ്പൊ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ എൻതാൽപ്പി ചേഞ്ചിന് ഞാൻ എന്തിട്ടു? ഡെൽറ്റ FH എന്നിട്ടു. എന്തിട്ടു? ഡെൽറ്റ FH എന്നിട്ടു. ഓക്കെ, അപ്പൊ അത് സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാണെങ്കിൽ നമുക്ക് സെവറൽ സ്റ്റെപ്പിൽ എങ്ങനെ നടക്കും നോക്കാം. നോക്കിയേ, Na എന്ന് പറയുന്ന ആളെ ഞാൻ എന്തിലോട്ട് മാറ്റണം? Na പ്ലസിലോട്ട് മാറ്റണം. കാരണം എന്താ? NaCl എന്ന് പറയുന്നത് Na പ്ലസും Cl മൈനസും ആണ് അല്ലെ. അപ്പൊ എനിക്ക് Na എന്തിലോട്ട് മാറ്റണം? Na പ്ലസിലോട്ട് മാറ്റണം അല്ലെ. പ്ലീസ് അത് മാച്ച് കളയണേ. ഇതിന്റെ ആവശ്യം ഇല്ല, കാരണം വെറുതെ എനിക്ക് ഡൗട്ടോ. ഓക്കെ, അപ്പൊ Na എന്ന് പറയുന്ന ആളെ ഞാൻ Na പ്ലസിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? Na സോളിഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന ആളാണ് ഇവിടെ അല്ലേ. എനിക്ക് അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാണോ അതോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ടാണോ മാറ്റേണ്ടത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണം അല്ലേ. അപ്പൊ Na ഞാൻ എന്തിലോട്ട് മാറ്റാൻ പോവുകയാണ്? Na ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. Na ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, Na ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ ഓർത്ത് വെച്ചോ, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് Na സോളിഡിലാണുള്ളത്. അതെനിക്ക് എന്തിലോട്ട് മാറ്റണം? ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ സോളിഡിൽ നിന്ന് ഗ്യാഷ്യസിലോട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താ പറയാ? സബ്ലിമേഷൻ. അപ്പൊ ഇവിടെ എന്ത് പ്രോസസ് നടക്കുന്നുണ്ടാ? സബ്ലിമേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ചും ഉണ്ടാവുന്നുണ്ട്. അതിന് ഞാൻ എന്ത് കൊടുത്തു? അവിടെ ഡെൽറ്റ സബ് H എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? ഡെൽറ്റ സബ് H എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അപ്പൊ Na ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് വന്നു. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ പ്രോസസ് നടക്കുമ്പോൾ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഡെൽറ്റ സബ് H എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇനി എന്തിലോട്ടാ മാറ്റേണ്ടത്? എനിക്കിതിനെ Na പ്ലസിലോട്ടാണ് മാറ്റേണ്ടത് അല്ലെ. Na പ്ലസിലോട്ടാണ് എനിക്ക് ഇതിനെ മാറ്റേണ്ടത്. Na പ്ലസ് എപ്പോഴാവുന്നത്? Na ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണോ? Na ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണോ Na പ്ലസ് ആയി മാറുന്നത്? അഫ്കോഴ്സ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അല്ലേ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണ്. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിന് എന്താ നമ്മൾ പറയാ? അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പൊ Na പ്ലസ് ആയി മാറി എന്ന് പറഞ്ഞാൽ അവിടെ അയോണൈസേഷൻ എൻതാൽപ്പി സംഭവിച്ചിട്ടുണ്ട്.
അല്ലേ? അതിന് ഞാൻ അവിടെ എന്ത് കൊടുത്തു? ഡെൽറ്റ ഐ എച്ച് എന്ന് കൊടുത്തു. അയോണൈസേഷൻ എന്താൽപ്പി ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? അവിടെ ഡെൽറ്റ ഐ എച്ച് എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് Na+ ആയിട്ട് തന്നെ കിട്ടി. കുഴപ്പമില്ല, സിമ്പിൾ ആണ്. ഇനി നോക്കാം, ഹാഫ് Cl2 നെ എനിക്ക് എന്തിലോട്ട് മാറ്റണം? Cl മാറ്റണം. കാരണം എന്താ? ഹാഫ് Cl2 എന്ന് പറയുന്നത് ഓൾറെഡി ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളാണ്. അതിന് എനിക്ക് പിന്നെയും പിടിച്ചുകൊണ്ട് എന്തിലോട്ട് മാറ്റേണ്ട കാര്യമില്ല. ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പിടിച്ചിടേണ്ട കാര്യമില്ല. കാരണം എന്താ? അത് ഓൾറെഡി ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, 2 Cl2 ആണ് അവിടെ ഉള്ളത്. എനിക്ക് ആകെ ഒരു Cl2 നെ മതി. ഓക്കെ, അപ്പോ Cl2 ന്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. എന്താ നമ്മൾ പറയാ? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നാണ് പറയുക. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പൊ Cl2 നെ ഞാൻ എന്തിലോട്ട് മാറ്റി? Cl മാറ്റി. ഓക്കെ, അപ്പൊ ഞാനിവിടെ എൻതാൽപ്പി കൊടുത്തല്ലോ. എന്താ വിളിക്കുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ എന്ത് കൊടുത്തു? ഹാഫ് ഡെൽറ്റ ബോണ്ട് എച്ച് എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. Cl2 നെ എനിക്ക് Cl മാറ്റണം. അതിന് ഞാൻ ഒരു എനർജി കൊടുക്കണം. ആ എനർജിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പൊ ഞാൻ അവിടെ എന്ത് എഴുതി? ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എഴുതി. കുഴപ്പമില്ലല്ലോ, അതും സിമ്പിൾ ആണ്. ഇനി എനിക്ക് ഈ Cl നെ Cl മൈനസ് അല്ലേ ആക്കേണ്ടത്? അല്ലേ? Cl മൈനസ് എപ്പോഴാണ് ആവുന്നത്? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണ്. അല്ലെ? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണ് Cl മൈനസ് ചാർജ് കിട്ടുന്നത്. അല്ലെ? അപ്പൊ Cl ന് Cl മൈനസ് ചാർജ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന അവിടുത്തെ എനർജി ചേഞ്ചിനെ നമ്മൾ എന്താ പറയാ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് പറയാ. അല്ലേ? അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്തിട്ടു? ഡെൽറ്റ EgH എന്നിട്ടു. എന്തിട്ടോടാ? ഡെൽറ്റ EgH എന്നിട്ടു. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നോക്കിയടാ, നമ്മുടെ ഈ Na+ഉം Cl- ഉം കൂടി ചേർന്നിട്ടാണ് NaCl ഉണ്ടായിട്ടുള്ളത്. Na+ഉം Cl- കൂടെ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്? NaCl ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ? NaCl എന്ന് പറയുന്ന ഒരു അയോണിക് ക്രിസ്റ്റൽ ഉണ്ടായി. അല്ലെ? ആരൊക്കെ കൂടി ചേർന്നിട്ട്? അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അയോൺസ് കൂടി ചേർന്നിട്ട്. അല്ലെ? അപ്പോ അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അയോൺസ് കൂടി ചേർന്നിട്ട് NaCl ഉണ്ടായി മാറിയപ്പോ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താ വിളിക്കുക? ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താ വിളിക്കുക? ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കാൻ ഞാൻ അവിടെ എന്തിട്ടു? ഡെൽറ്റ ലാറ്റിസ് എച്ച് എന്നിട്ടു. എന്തിട്ടു? ഡെൽറ്റ ലാറ്റിസ് എച്ച് എന്നിട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ ബോണ്ട് ഹാർബർ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഒന്നുമില്ല, Na+ഉം Cl- കൂടി ചേർന്നിട്ട് സെവറൽ സ്റ്റെപ്പിലൂടെയും എന്തെന്നെ ഉണ്ടായി മാറി? NaCl ഉണ്ടായി മാറി. സിംഗിൾ സ്റ്റെപ്പിലൂടെയും NaCl ഉണ്ടായി മാറി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോണ്ട് ഹാർബർ സൈക്കിൾ. പക്ഷെ നമ്മളുടെ ഒരു കാര്യം എഴുതണം. എന്ത് എഴുതേണ്ടത് അവിടെ? by Hess's law of constant heat summation. അല്ലെ? Hess's law of constant heat summation വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാടാ? ഡെൽറ്റ എഫ് എച്ച് എന്ന് പറയുന്നത് എന്തിന്റെ ഒക്കെ സമ്മാണെന്ന് എഴുതാം? ഡെൽറ്റ എഫ് എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ സബ് എച്ച് പ്ലസ് ഡെൽറ്റ ഐ എച്ച് പ്ലസ് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി plus delta EgH plus delta lattice H എന്ന് എഴുതിക്കൂടെ? അതല്ലേ നമ്മുടെ എസ് ലോയിൽ പറയുന്നത്? ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അവരുടെ എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. NaCl സിംഗിൾ സ്റ്റെപ്പിൽ നടന്നപ്പോൾ അവിടെ ഉണ്ടായ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് ആണ്. സെവറൽ സ്റ്റെപ്പിൽ ഉണ്ടായതും നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ബോണ്ട് ഹാർബർ സൈക്കിളിന്റെ ലാസ്റ്റത്തെ ആ ഒരു ഫോർമുലയും ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എയും അതുപോലെ തന്നെ ഹാഫ് Cl2 കൂടെ കൂടി ചേർന്നിട്ടാണ് NaCl ഉണ്ടാവുന്നത്. Na എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിലുള്ള ആളെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണം. സോളിഡിൽ നിന്ന് ഗ്യാഷ്യസിലോട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. അപ്പൊ അവിടെ സബ്ലിമേഷൻ നടക്കുമ്പോൾ ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് കൊടുത്തു? ഡെൽറ്റ സബ് എച്ച് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഗ്യാഷ്യസിൽ നിൽക്കുന്ന ഒരാള്
Na പ്ലസ് ആയി മാറണം അല്ലെ. Na എന്തിലോട്ട് മാറണം? Na പ്ലസ് ആയി മാറണം. പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്താൽപി ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? അയോണൈസേഷൻ എന്താൽപി. അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തിട്ട് കൊടുത്തു? അവിടെ ഡെൽറ്റ എച്ച് എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് Cl2 ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് Cl നെ ആവശ്യമുള്ളൂ. അപ്പൊ Cl2 ന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് പറയുക. അപ്പൊ അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തിട്ടു? അവിടെ ഹാഫ് ഡെൽറ്റ ബോണ്ട് ഇട്ടു. ഓക്കെ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? Cl മൈനസ് ആണ് വേണ്ടത് അല്ലെ. Cl മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വാങ്ങിക്കണം. ഒരു ഇലക്ട്രോണെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താൽപി ചേഞ്ച് എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയാണ്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തിട്ടു? അവിടെ ഡെൽറ്റ EgH ഇതിട്ടു. ഓക്കെ, ഇനി നോക്കിയേ, Na പ്ലസും Cl മൈനസും കൂടെ കൂടി ചേർന്നിട്ട് NaCl ആകുമ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജി റിലീസിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ലാറ്റിസ് H എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാറ്റിസ് എന്താൽപി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈ ഹെസ്സസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഉണ്ടാവുന്ന എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ എന്താൽപി ചേഞ്ചും ഈക്വൽ ആണെന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് 3 മാർക്ക് മുതൽ 3 മാർക്ക് നമുക്ക് എന്ത് കിട്ടും? ഹെസ്സസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ബോണ്ട് ഹാപ്പർ സൈക്കിൾ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാം നമുക്ക്. What is mean by entropy of a system? What is its unit? Entropy of a system നിങ്ങൾ പഠിച്ചല്ലേ എന്തോരം പ്രാവശ്യം പഠിച്ചിട്ടുള്ള ആളെ മിസ് എന്തോരം വശം പറഞ്ഞു തന്നിട്ടുള്ളതാന്ന് നോക്കും അല്ലെ. അങ്ങനെ എനിക്ക് ആലോചിക്കണം. ഇപ്പൊ എന്താ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിലെ ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ നോക്കിയേ, നമ്മുടെ അലമാരിൽ തുണികളൊക്കെ നല്ല അടക്കി പറക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസോർഡർനെസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കും? എൻട്രോപ്പി അവിടെ കുറവായിരിക്കും. അതേസമയം നമ്മുടെ ബെഡിൽ നമ്മ തുണിയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡിസോർഡർനെസ് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ഇവിടെ എൻട്രോപ്പിയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി measure of disorderness of a system. ഇനി എന്താണ് അതിന്റെ യൂണിറ്റ്? എന്താ? ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് അതിന്റെ യൂണിറ്റ് അല്ലെ. ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി അടുത്ത എന്താ ഇമ്പോർട്ടന്റ് ആണ്? അടുത്ത നോക്കിയടാ. What happens to the entropy during the following changes? എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ഓപ്ഷനിലും എൻട്രോപ്പി ചേഞ്ചസിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? A gas condenses into liquid. നോക്കിയേ, ഗ്യാസ് ലിക്വിഡിലോട്ടായപ്പോൾ എൻട്രോപ്പിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ഒന്നാലോചിച്ച് നോക്കിയേ, ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിലെ മൊളിക്യൂൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ. അങ്ങനെ ഭയങ്കര ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഭയങ്കര കൂടുതൽ എൻട്രോപ്പി ആണുള്ളത്. ആ കൂടുതൽ എൻട്രോപ്പി ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡിലോട്ട് വരുമ്പോൾ എൻട്രോപ്പി കുറയണോ കൂടെയാണോ ചെയ്യാം? അഫ്കോഴ്സ് ഗ്യാസ് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി ഭയങ്കര കൂടുതലായിരിക്കും. ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താ? എൻട്രോപ്പി ഡിക്രീസസ്. എൻട്രോപ്പിക്ക് എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യും. ഇനി നോക്കിയേ, CaCO3 സോളിഡിൽ ഉണ്ടായ ആള് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ് ആയി മാറി. അപ്പൊ ഗ്യാസിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻട്രോപ്പി ലിക്വിഡിൽ നിന്നോ സോളിഡിൽ നിന്നോ ഗ്യാസസിലോട്ടായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും? എൻട്രോപ്പി കൂടുകയായിരിക്കും ചെയ്യാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കും? സെക്കൻഡ് ആൻസർ എന്താ? എൻട്രോപ്പി ഇൻക്രീസസ്. എൻട്രോപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ആലോചിച്ച് വെച്ചോ. നെക്സ്റ്റ് എഗെയിൻ പ്രോബ്ലം ആണ്. എഗെയിൻ പ്രോബ്ലം നോക്കിയേ, ഈ ചാപ്റ്ററിന്റെ പ്രോബ്ലം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യു ഗൈസ് ഹാവ് ടു എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കേണ്ടി വരും. നല്ലോണം പഠിക്കണം. കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലവും 3 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ 1 മാർക്കിനോ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാ പ്രോബ്ലം എന്ത് ചെയ്യണം? എന്റെ പിള്ളേർ പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫോർ എ റിയാക്ഷൻ 4Fe plus 3O2 gives 2Fe2O3. The entropy change is minus 549.4 joule per Kelvin per mole at 298 Kelvin. In spite of the negative entropy change, why is the reaction spontaneous? Given that change in enthalpy എന്ന് പറയുന്നത് minus 1648 kilojoule per mole ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ? ചേഞ്ച് ഇൻ എൻതാൽപ്പിയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പിയും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താ? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് ഇവിടെ നടന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ? എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ് അല്ലെ. എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണെന്നാലും പക്ഷേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്.
നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ്. പക്ഷെ ഇവിടെ എന്താ അങ്ങനെ വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, പക്ഷേ ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഡെൽറ്റ എച്ച് ചേഞ്ചിൽ എന്താൽപ്പി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? -1648 ആണ് അല്ലെ. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ -1648 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇതിനെ എനിക്ക് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? -1648 ഇൻറ്റു 10⁻³ എന്ന് വരും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അത് ചെയ്തു കഴിഞ്ഞു. നമുക്ക് എന്താ വേണ്ടത്? ടി ആണ് വേണ്ടത്. ടെമ്പറേച്ചർ ആണ് 298 കെൽവിൻ ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ എസ് എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക്? -549.4 ആണ് തന്നിട്ടുണ്ട് അല്ലെ, ജൂൾ പെർ കെൽവിൻ പെർ മോൾ. എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് കൊണ്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? ഡെൽറ്റ ജി ഈക്വൽ ടു -1648 into 10⁻³ minus 298 into -549.4 എന്ന് വരും അല്ലേ. നേരെ കാൽക്കുലേറ്ററിൽ കൊണ്ട് ഈ വാല്യൂ ഒക്കെ അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഗിബ്സ് ഫ്രീ എനർജി ആയതുകൊണ്ട് ജൂളിൽ എഴുതിയാൽ മതി കേട്ടോ. ആൻസർ ജൂളിൽ എഴുതിയാൽ മതിയേ. ഓക്കെ, സെറ്റ് അല്ലേ? നേരെ കൊണ്ട് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the reaction 2A plus B gives 2D, given that the change in the internal energy is -10.5 kilojoule per mole, change in entropy is -44.1 joule per Kelvin per mole at 298 Kelvin. Calculate change in Gibbs energy for this reaction. ഇവിടെയും നമ്മളടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആ ഇക്വേഷൻ നേരിട്ട് എഴുതി വെക്കുകയാണ് ഞാൻ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ആൾക്കാർ എഴുതാം. ആരൊക്കെ തന്നിട്ടുണ്ടടാ? ഗിവൺ ദാറ്റ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് ഡെൽറ്റ യു തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? -10.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പൊ എന്ത് വരും? -10.5 ഇൻറ്റു 10⁻³ എന്ന് വരും അല്ലേ. ഇനി ടി എന്ന് പറയുന്നത് എത്രയാ? 298 അല്ലേ തന്നിട്ടുള്ളത്? 298 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഡെൽറ്റ എസ് എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക്? ഡെൽറ്റ എസ് വിച്ച് ഈസ് നൺ അതർ ദാൻ -44.1. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ -44.1 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഓക്കെ, ഇത്രയൊക്കെ കാര്യം തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരാളില്ല. ആരാ ഇല്ലാത്തേ? ഡെൽറ്റ എച്ച് ഇവിടെ ഇല്ല. ഡെൽറ്റ എച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ ഹിന്റും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ഡെൽറ്റ എച്ചിൽ നമുക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കിവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ 3 ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. 3 ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ അതിൽ ഏത് ഇക്വേഷൻ നമ്മുടെ യൂസ് ചെയ്യാം? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണോ? അല്ല, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി അല്ലെ. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഡെൽറ്റ യു നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ യു എത്ര തന്നിട്ടുള്ളേ? -10.5 ഇൻറ്റു 10⁻³ അല്ലെ. ഇനി ഡെൽറ്റ എൻ ജിനെ കണ്ടുപിടിക്കണം. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, NP മൈനസ് NR ആണ്. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് എന്ത് ചെയ്യണം? റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ആരെ മാത്രം കൂട്ടാൻ പാടുള്ളൂ? ഗ്യാഷ്യസ് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇയാള് ഗ്യാഷ്യസിലാണ്, ഇയാള് ഗ്യാഷ്യസിലാണ്, ഇയാള് ഗ്യാഷ്യസിലാണ്. അപ്പൊ ഒന്നിനെ നമുക്ക് കളയാനൊന്നുമില്ല. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. 2 മോൾസ് ആണുള്ളത്. റിയാക്ടന്റ് സൈഡിലാണെന്നുണ്ടെങ്കിലോ 2 + 1 3 എണ്ണം ഉണ്ട്. അപ്പൊ 2 + 1 3 വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ -10.5 ഇൻറ്റു 10⁻³
പ്ലസ് മൈനസ് 1 ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ് 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോ എന്തായിരിക്കും ഇക്വേഷൻ ലാസ്റ്റ് എന്തായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്? എത്രയായിരിക്കും? വാല്യൂ കിട്ടുന്നത് -1297.6 ആയിരിക്കും നമുക്ക് വാല്യൂ കിട്ടാം. ഓക്കെ, എത്രയും കിട്ടാം? -1297.6 ആയിരിക്കും വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഈ ഡെൽറ്റ എച്ചിന്റെ സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കാം. അപ്പൊ എന്തൊരു ഇക്വേഷൻ? delta G equal to -1297.6 minus T into delta S. T എന്ന് പറഞ്ഞാൽ 298 ആണ്. ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -44.1 ആണ്. ഇത്രയും കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആൻസർ എന്തിൽ എഴുതണം? നമ്മള് ജൂളിൽ എഴുതണം കേട്ടോ. സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, നമ്മളടുത്ത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഗിബ്സ് ഫ്രീ എനർജി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആരെ തന്നിട്ടില്ല? ഡെൽറ്റ എച്ചിനെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഗിബ്സ് ഫ്രീ എനർജി കാണാൻ വേണ്ടിയിട്ട്. ഡെൽറ്റ എച്ച് കാണാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡെൽറ്റ എച്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നേരെ കൊണ്ട് ഡെൽറ്റ ജി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡെൽറ്റ ജി കണ്ടുപിടിക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം? അവസാനം ജൂളിൽ എഴുതണം. ഇത് നേരെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നേരെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്ന് നീ എന്ത് ചെയ്യാ? സ്കിപ്പ് ചെയ്തു, സോറി, റിവേഴ്സ് അടിച്ചു ഒന്നുകൂടെ കണ്ടോക്കാം കേട്ടോ. ഓക്കെ, then moving on to the next question. കുറച്ച് എത്ര സൈഡ് ഉണ്ടോ ഇനി? ഇത്തിക്കോളേ ഉള്ളൂ കേട്ടോ, ഒരു 3-4 സൈഡ് ഉണ്ടാവുള്ളൂ കൂടി എന്ന്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഡിഫൈൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ ആണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സിമ്പിൾ ആണല്ലേ. നമ്മുടെ ഈ യൂണിവേഴ്സിലെ എൻട്രോപ്പി ചേഞ്ച് ഓരോ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഈ യൂണിവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുന്തോറും നമ്മുടെ യൂണിവേഴ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്താം? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ, the entropy of the universe increases during every spontaneous process. Okay, സിമ്പിൾ ആണ് സെക്കൻഡ് ലോ. ഓക്കെ, ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എന്താ? ഡിഫൈൻ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോർമുല. മാത്തമാറ്റിക്കൽ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇപ്പൊ തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ഗിബ്സ് ഫ്രീ എനർജി കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള എനർജി അല്ലെ? ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ അവൈലബിൾ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുക അല്ലെ? അപ്പൊ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഫ്രീ അവൈലബിൾ എനർജി which is used for a useful work. ഓക്കെ, ഒരു സിസ്റ്റത്തിലുള്ള ഫ്രീ അവൈലബിൾ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിലുള്ള ഫ്രീ അവൈലബിൾ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുക. ഓക്കെ, ഇത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ദ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് സ്പോണ്ടേനിറ്റി ആർ റിലേറ്റഡ്. സിമ്പിൾ 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 അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ, സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? ഡെൽറ്റ ജി എന്ന് പറയുന്നത് which is none other than it is equal to നെഗറ്റീവ് ആയിരിക്കും. നേരത്തെ പ്രോബ്ലത്തിൽ ഓൾറെഡി ചെയ്തതാണ് അല്ലെ? ഇനി നോൺ സ്പോണ്ടേനിയസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് which is none other than
പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് സ്പോണ്ടേനിറ്റിയും അതുപോലെ തന്നെ ഗിബ്സ് ഫ്രീ എനർജിയും റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ബോൺ ഹാബർ സൈക്കിൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഒന്നുമില്ല, നമ്മൾ എന്നെയും അതുപോലെ തന്നെ NaCl അല്ലെ, സോറി എന്നെയും CLയും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, NaCl ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് Na പ്ലസും Cl മൈനസോടെ കൂടി ചേർന്നിട്ടാണ് NaCl ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ Na പ്ലസും Cl മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ NaClന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അയോൺസ് ആണ് അല്ലെ. അപ്പൊ ഈ അയോൺസ് കൂടി ചേർന്നിട്ട് ഈ ഒരു സോളിഡ് ക്രിസ്റ്റൽ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ്ഡ് എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. എന്ത് പറയുക, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. ഓക്കെ, ഒന്നുമില്ല, Na പ്ലസും Cl മൈനസും കൂടെ കൂടി ചേർന്നിട്ട് NaCl ആയി മാറിയപ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ്ഡ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, it is the amount of energy released, അല്ലെ, released when 1 gram molecule of an ionic crystal formed from its constituents ions. Simple. സിമ്പിൾ. Na പ്ലസും Cl മൈനസും കൂടി ചേർന്ന് NaCl ആവുന്ന ടൈമിൽ അവിടെ ഒരു എനർജി റിലീസ് ആവുന്നുണ്ട്. ആ റിലീസ്ഡ് എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. ഓക്കെ, then the next question. What is meant by heat capacity? Heat capacity എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊരു സബ്സ്റ്റൻസസിന്റെ ഹീറ്റ് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസിലായിട്ട് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക അല്ലെ. എന്താ പറയുന്നത്, ഒരു സബ്സ്റ്റൻസസിന്റെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ടെമ്പറേച്ചർ അതിന് കൊടുക്കണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, it is the amount of heat required to raise the temperature of the substance എത്ര ഡിഗ്രി സെൽഷ്യസിലോട്ടാണ്, ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് by 1 degree Celsius. Okay, by 1 degree Celsius. Okay, the next very important question is the relation between Cp and Cv. Cp യും Cv യും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ഡെറിവേഷൻ ആണ്, മനസ്സിലായവരും ഒക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മ Cp-Cvയുടെ റിലേഷൻ എഴുതുമ്പോ ഫസ്റ്റ് നമ്മൾ എന്താണ് കാണേണ്ടത്, ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, അത് അവിടെ എഴുതി അങ്ങോട്ട് വെക്കാം, അത് അവിടെ ഇരിക്കട്ടെ. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോണത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ ഒരു സംഭവമായിരുന്നു എന്ത്, നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറഞ്ഞതാണ്, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ക്യൂ പി ആണ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ക്യൂ വി ആണ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനിയിപ്പോ വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റിവേഴ്സ് അടിച്ച് കണ്ടു നോക്കാം, അത് ഞാൻ അവിടെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ മക്കളെ നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ. ഇതല്ലേ നമുക്കിവിടെ വേണ്ടത്. നമുക്ക് എന്താ, സിപിയുടെയും സിവിയുടെയും റിലേഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യ ഇക്വേഷൻ ആണ് വേണ്ടത്, സിവിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ സിവിയുടെ ഇക്വേഷൻ എന്ത് വരും, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതിന്റെ ഇക്വേഷൻ എന്ത് വരുവാടാ, Cv ഈക്വൽ ടു QV ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് QV ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. QV ഈക്വൽ ടു എന്ത് വരും, Cv ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, Cv ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. QV എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. QV എന്ന് പറഞ്ഞാൽ ആരാടാ, QV എന്ന് പറഞ്ഞാൽ എന്താണ്,
QV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ യു ആണ് അല്ലെ. ഇപ്പൊ ഡെൽറ്റ യു ആണ്, അതും ഞാൻ ഇവിടെ എഴുതി വെച്ചു. കുഴപ്പമില്ലല്ലോ. നമുക്ക് CVയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. CVയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ QV ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. നമുക്ക് വേണ്ടത് QVയുടെ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ക്യൂവിനെ ഞാൻ ഇവിടെ എടുത്തു. അപ്പൊ എന്ത് വന്നു? CV ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വന്നു. ഓക്കെ, QV എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ യു ആണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കുഴപ്പമില്ലല്ലോ. ഇനി അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? CPയുടെ ഇക്വേഷൻ എഴുതാം. CP എന്ന് പറഞ്ഞാൽ QP ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലെ. എനിക്ക് ആദ്യ ഇക്വേഷൻ ആണ് വേണ്ടത്? ക്യൂപിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. ക്യൂപിയുടെ ഇക്വേഷൻ അപ്പൊ എന്ത് വരും? CP ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ H ആണ് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുമില്ല, എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് കാണാപ്പാഠം പഠിച്ചു വെച്ചോ. ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ് സൊല്യൂഷൻ. ഐഡിയൽ ഗ്യാസ് സൊല്യൂഷൻ ഇക്വേഷൻ ആണ് PV ഈക്വൽ ടു NRT. ഇത് കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. PV ഈക്വൽ ടു NRT. എന്താ? PV ഈക്വൽ ടു NRT. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. സോ ഹിയർ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഒന്നായിട്ട് എടുക്കുമ്പോൾ N എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? ഒന്നായിട്ട് വരൂലേ ഇല്ലേ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഒന്നായിട്ട് എടുക്കുമ്പോൾ N എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് വരും. അപ്പൊ എന്തൊരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ PV ഈക്വൽ ടു RT എന്ന് വരും. കാരണം നമ്പർ ഓഫ് മോൾസ് 1 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 1 ഇൻറ്റു RT എന്ന് പറഞ്ഞാൽ RT. ഓക്കെ, ഇനി ഞാൻ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെയാ വരാ? P ഡെൽറ്റ V ഈക്വൽ ടു R ഡെൽറ്റ T എന്ന് വരും അല്ലെ. R ഡെൽറ്റ T എന്ന് വരും. സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? CVയുടെ ഇക്വേഷൻ എഴുതി. CVയുടെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ QVയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. എന്താ QVയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? CV ഡെൽറ്റ ടി ആണ്. QV എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ യു ആണ്. ഓക്കെ, രണ്ടാമത് എന്താ നമ്മൾ ചെയ്തത്? CPയുടെ ഇക്വേഷൻ എഴുതി. CPയുടെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ QPയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. എന്താ ഇക്വേഷൻ? CP ഡെൽറ്റ ടി ആണ്. ആൻഡ് QP എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ H ആണ്. ഇനി ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ് സൊല്യൂഷൻ എഴുതി. ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ് സൊല്യൂഷൻ എന്താ? PV ഈക്വൽ ടു NRT ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഞാൻ ഒന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? PV ഈക്വൽ ടു RT എന്ന് വരും. പ്രഷർ കോൺസ്റ്റന്റ് ആയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ then how the equation P delta V equal to R delta T എന്ന്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയേ. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താടാ? ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താ? CP ഡെൽറ്റ ടി ആണ് അല്ലേ. CP ഡെൽറ്റ ടി which is equal to ഡെൽറ്റ യുടെ ഇക്വേഷൻ എന്താ? CV ഡെൽറ്റ ടി ആണ്. CV ഡെൽറ്റ ടി പ്ലസ് P ഡെൽറ്റ വി ഇക്വേഷൻ എന്താ? R ഡെൽറ്റ ടി ആണ് അല്ലേ. അപ്പൊ R ഡെൽറ്റ ടി. കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, ഈ അറിയണ ഇക്വേഷൻ നേരെ അവിടെ കൊണ്ട് എഴുതി വെച്ചു. ഇനി ഒന്നുമില്ലാണ്, നമുക്ക് ഈ ഡെൽറ്റ ടി കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഡെൽറ്റ ടിനെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്തൊരു ഇക്വേഷൻ? CP ഈക്വൽ ടു CV പ്ലസ് R എന്ന് വരും. ഓക്കെ, ഞാൻ ഈ CPനെയും CVനെയും ഒരുമിച്ച് എഴുതാൻ പോവാണ്. CP CV ടേംസ് ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇയാള് ഇവിടേക്ക് വരും അല്ലെ. അപ്പൊ എന്തൊരു ഇക്വേഷൻ? CP മൈനസ് CV ഈക്വൽ ടു R എന്ന് വരും. ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Write the thermochemical equation corresponding to the standard enthalpy of formation of benzene given that the enthalpy of formation of benzene is plus 49.0 kilojoule per mole. ഒന്നുമില്ല, നമ്മൾ വെറുതെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ എൻതാൽപ്പി നമ്മുടെ ബെൻസീൻ ഫോർമേഷൻ എന്ത് ചെയ്താൽ മതി? തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ഒന്നുമില്ല, ബെൻസീൻ ഉണ്ടാവുന്ന ഇക്വേഷൻ നേരെ അവിടെ എഴുതി വെക്കാം. ബെൻസീൻ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താ? ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ്. അത് ലിക്വിഡിലാണ്. എപ്പോഴും ആലോചിക്കണം എന്റെ മക്കളെ, തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ എഴുതിയാൽ മാത്രമേ തെർമോകെമിക്കൽ ഇക്വേഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ സാധാ കെമിക്കൽ റിയാക്ഷൻ മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ആരെയാണ് കിട്ടേണ്ടത്? ബെൻസീനെയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതി വെച്ചു C6H6 എന്ന് എഴുതി വെച്ചു. C6H6 ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ എന്ത് എഴുതി? 6C എന്ന് എഴുതി. ഈ 6C എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് അത്? കാർബൺ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് കാർബൺ എന്ന് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് 6 ഹൈഡ്രജൻ ഞാൻ എങ്ങനെ എഴുതി? 3H2 എന്ന് എഴുതി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഗ്യാഷ്യസ് ഇട്ട് കൊടുത്തു.
ഗ്യാസ് സ്റ്റേറ്റിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നിട്ട് കൊടുത്തു. അപ്പൊ നോക്കിയേ 6C plus 3H2 gives C6H6. ഇതാണ് നമ്മുടെ തെർമോകെമിക്കൽ ഇക്വേഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ഇത് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ എന്തും കൂടെ എഴുതി കൊടുക്കണം, അവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കൂടെ എഴുതി കൊടുക്കണം. എന്താ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? പ്ലസ് 499.0 കിലോ ജൂൾ പെർ മോൾ. ഇതും കൂടെ എഴുതി കൊടുത്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഒന്നുമില്ല, C6H6 ആണ് ബെൻസീന്റെ ഫോർമുല എന്ന് അറിയാം. തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ അവിടെ ഡിനോട്ട് ചെയ്യണം. അതുകൊണ്ട് അവിടെ ലിക്വിഡ് എന്ന് എഴുതി. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 6 കാർബൺ വേണം. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് എഴുതി? 6C എന്ന് എഴുതി. അത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. പ്ലസ് ഹൈഡ്രജൻ ഇവിടെ 6 വേണം. അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതിയത്? 3H2 എന്ന് എഴുതി. അപ്പൊ ഹൈഡ്രജൻ ഏത് സ്റ്റേറ്റിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ G എന്ന് എഴുതി. ദാറ്റ് ഗീവ്സ് C6H6 ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? അത് മാത്രം എഴുതിയാൽ പോരല്ലോ, എന്തും കൂടെ എഴുതണം നമ്മൾ, അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കൂടെ എഴുതണം. അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഡെൽറ്റ FH ഈക്വൽ ടു പ്ലസ് 49.0 കിലോ ജൂൾ പെർ മോൾ കൂടെ എഴുതി വെച്ചു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതും സെറ്റ് ആയി. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാനാണ്. ആരുടെ? CH4 ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ CH4 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? CH4 തന്നിട്ടുണ്ട്, അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. CO2 എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. H2 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് CH4 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഹെസ്റ്റസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എല്ലാവരും ഹെസ്റ്റസ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമുക്കിവിടെ CH4 CO2 H2 ഒന്നും റിയാക്ഷൻ തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ റിയാക്ഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, റിയാക്ഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ CH4 റിയാക്ഷൻ ചെയ്തുമ്പോ എന്താ വരാ? C+2H2 അല്ലെ, ഗീവ്സ് CH4. ഇതല്ലേ നമ്മുടെ CH4 റിയാക്ഷൻ അല്ലേ? അപ്പൊ അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാന്ന് തന്നിട്ടുണ്ട് നമുക്ക്? -74.81 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് എഴുതി വെച്ചു. ഇനി അടുത്തത് ആരെയാ? CO2 സിമ്പിൾ ആണ്. C+O2 ആണ് CO2. അപ്പൊ അതും എഴുതി, അവരുടെ റിയാക്ഷൻ എഴുതി. അതിന്റെ ഡെൽറ്റ FH എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? -393.5 കിലോ ജൂൾ പെർ മോൾ ആണ്. അടുത്തത് വാട്ടറിന്റെ ആണ്. വാട്ടറിന് നമുക്കറിയാം H2 plus half O2 gives H2O അല്ലേ? അതിന്റെ ഡെൽറ്റ FH എത്രയാ തന്നിട്ടുള്ളത്? -285.8 കിലോ ജൂൾ പെർ മോൾ ആണ് അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ നമ്മൾ എഴുതി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇല്ലേ, അത് നേരെ എടുത്ത് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഇക്വേഷൻ ഞാനിപ്പോ എടുത്ത് എഴുതുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, തന്നിട്ടുള്ള ഇക്വേഷനിൽ ഓരോരുത്തരെയും നമ്മൾ ഓരോ ടേം ആയി എടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം ഏതാ? CH4 ആണ് അല്ലെ? CH4 ഇക്വേഷൻ ഞാൻ നോക്കുകയാണെ. CH4 ഇക്വേഷൻ നോക്കുമ്പോ CH4 എവിടെയാണ് കിടക്കുന്നത്? പ്രൊഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. പ്രൊഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് എവിടെയാണ് ആ ഇക്വേഷൻ വരേണ്ടത്? റിയാക്ടന്റ് സൈഡിലാണ് വരേണ്ടത് അല്ലെ? നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ റിയാക്ടന്റ് സൈഡിലാണ് നമ്മുടെ CH4 കിടക്കുന്നത്. അതുകൊണ്ട് CH4 എവിടെ തന്നെ വരണം? റിയാക്ടന്റ് സൈഡിൽ തന്നെ വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണെ. റിവേഴ്സ് ചെയ്യാൻ പോവുകയാണ് അല്ലെ? റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആ പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടായ CH4 നേരെ റിയാക്ടന്റ് സൈഡിലോട്ട് വരും അല്ലെ? അപ്പൊ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പൊ എന്ത് വരും? CH4 that gives C+2H2 എന്ന് വരും അല്ലേ? ഇയാൾക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ഡെൽറ്റ FHനും ബാധകമല്ലേ? അപ്പൊ എന്താണ് ഡെൽറ്റ FHന്റെ ചേഞ്ച്? എന്തായിരിക്കും? ഡെൽറ്റ FH ഈക്വൽ ടു പ്ലസ് എന്നുള്ളത് എന്താവോടാ? സോറി, മൈനസ് എന്നുള്ളത് എന്താവോടാ? പ്ലസ് 74.8 കിലോ ജൂൾ പെർ മോൾ എന്നാവും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഞാൻ സെക്കൻഡ് ടേം നോക്കുകയാണ്. സെക്കൻഡ് ടേം നോക്കുമ്പോൾ 2O2 ആണ്. 2O2 നോക്കുമ്പോൾ 2 O2 ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വെക്കുന്നു അതിന്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, CO2 നോക്കിയേ. CO2 ഇക്വേഷനിലോട്ട് ഞാൻ വന്നപ്പോ CO2 ഇവിടെയും പ്രൊഡക്റ്റ് സൈഡിലാണ്, ഇവിടെയും പ്രൊഡക്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ അവിടെ തന്നെ എടുത്ത് എഴുതിയാണേ. C+O2 gives CO2. അതിന്റെ ഡെൽറ്റ FH എന്ന് പറഞ്ഞാൽ -393.5
കിലോജൂൾ പെർ മോൾ. സെറ്റല്ലേ? ഇനി അടുത്തതാരാ? വാട്ടർ. വാട്ടർ നമുക്ക് ഇവിടെ 2 H2O വേണം, പക്ഷെ ഇവിടെ ആകെ 1 H2O ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ ഈ എൻറ്റയർ തേർഡ് ഇക്വേഷനെ ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്താ വരാ? 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്ന് വരും അല്ലെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്ന് വരും. അതിന്റെ ഡെൽറ്റ എഫ് എച്ച് എന്ന് പറഞ്ഞാലോ 2 ഇൻറ്റു മൈനസ് 285.8 എന്നാകും. ഓക്കെ, ഇനി ഒന്നുമില്ല, നമ്മ ഈ 3 ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ആഡിങ് 3 ഇക്വേഷൻസ്. ആഡ് ചെയ്യുകയാണ്. 3 ഇക്വേഷനെയും നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യുമ്പോൾ നോക്കിയാടാ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സെയിം ആൾക്കാർ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കിയേ? ഇവിടെ നോക്കുമ്പോ ഒരു O2 ഇവിടെ ഒന്നുമില്ല, വെട്ടിക്കളയാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, വെട്ടിപ്പോയി. പിന്നെ ആരാ വെട്ടിക്കളയാനായിട്ടുള്ളത്? ഇവിടെ ഒരു 2H2 ഉണ്ട്, ഇവിടെ ഒരു 2H2 ഉണ്ട്, വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഇനി ആരും ഇല്ലല്ലോ വെട്ടിക്കളയാനായിട്ട്. അപ്പൊ നമുക്ക് അവസാനം എന്ത് കിട്ടൂടാ? CH4 plus 2O2 gives CO2 plus 2H2O. ഓക്കെ, നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടിയില്ലേ? ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെ ലാസ്റ്റ് കിട്ടിയില്ലേ? നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള എന്തായിരുന്നു? CH4 plus 2O2 gives CO2 plus 2H2O ആണ്. അത് തന്നെ നമുക്ക് ലാസ്റ്റ് വെട്ടിക്കളഞ്ഞപ്പോഴും കിട്ടി അല്ലെ? അങ്ങനെ ചെയ്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്ത എല്ലാ പ്രോസസ്സും എല്ലാ സ്റ്റെപ്പും ശരിയാണെന്നാണ് അർത്ഥം. ഇവിടെ മാത്രം ആഡ് ചെയ്താൽ മതിയോ? പോരാ, ഇയാളെയും ആഡ് ചെയ്യണം. ഇയാളെയും ഫുൾ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ആൻസർ? -890.29 കിലോജൂൾ പെർ മോൾ എന്ന് കിട്ടും. എന്ത് കിട്ടും? -890.29 കിലോജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിച്ചാൽ ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻസ് എഴുതി വെക്കാം. നമുക്ക് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കാം. ആ ഇക്വേഷനുള്ള ഓരോ ആൾക്കാരെ ഓരോ എലമെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇക്വേഷനിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത് എന്ന് ഇക്വേഷനെ. അങ്ങനെ മാറ്റി വന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാത്തിനെയും എല്ലാ ഇക്വേഷനെയും പിടിച്ച് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ശരിയാണെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ശരിയായാൽ മാത്രം മതിയോ? എന്താൽപ്പികളും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ തെർമോഡൈനാമിക്സിലെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നോട്ട് ഓൺലി ദ തിങ് ദാറ്റ് ഇവിടെ മാത്രം ചെയ്തത് ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസും അതുപോലെ തന്നെ നോട്ട്സും എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങളോട് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ ഫുൾ കംപ്ലീറ്റ് ആവുള്ളൂ, ഫുൾ ചാപ്റ്റർ റിവിഷൻ ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? മക്കള് എല്ലാവരും പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സി യു.